നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണം, സഭയുടെ വിത്ത്. വിശുദ്ധ ജെറോമാണ് നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നത്. ആ വിത്തിൽ നിന്നാണ് 1000 ഫലങ്ങളുണ്ടാകുക. രക്തസാക്ഷികൾ സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമായിട്ട് നിൽക്കുകയാണ്. രക്തസാക്ഷികൾ ഇല്ലാത്ത ഒരു കാലഘട്ടം ഒരിക്കലും സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന ഈശോയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ. വിശ്വാസത്തിന് വേണ്ടി ദൈവസ്നേഹത്തെ പ്രതി ജീവൻ മുഴുവൻ സമർപ്പിച്ച ധീരരായ വിശുദ്ധാത്മാക്കളാണ് രക്തസാക്ഷികൾ. അവർ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി രക്തം ചിന്തി. അത് സഭയ്ക്ക് എന്നും ശക്തിയാണ് നൽകുന്നത്. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ രക്തസാക്ഷിത്വമുണ്ട്. ഈ കാലഘട്ടവും ധാരാളം ആളുകൾ യേശുവിനെ പ്രതി സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തുന്നുണ്ട്. സഭയുടെ അംഗങ്ങളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 80-ലധികം രാജ്യങ്ങളിൽ സഭ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു. നൈജീരിയയിലെ ഒരു രൂപതയിൽ കഴിഞ്ഞ 5 വർഷം 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 60-ലധികം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 3000-ലധികം വീടുകളില്ലാതെ അഗ്നിക്കിരയായി. ഒരു ചെറിയ ഒരു രൂപതയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെയാണ്. 12 പേരിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് ഈ അടുത്ത കാലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 80 രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സഭ അഭിമുഖീകരിച്ച അതേ രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടം ഇന്നും സജീവമായി നിലനിൽക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകുകയാണ്. രക്തസാക്ഷികൾ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ കരുത്താണ്. അവരുടെ ജീവിതം പഠിക്കുകയും നമുക്കും മാനസികമായി രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ഈ ആഴ്ചയിൽ നാം പഠിക്കുക വിശുദ്ധ വിറ്റാലിസ് വലേറിയ ദമ്പതികൾ. അവരുടെ 2 മക്കൾ വിശുദ്ധ ഗർവാസിസ്, പ്രോത്താസിസ്. അത്ഭുതമല്ലേ? ഒരു വീട്ടിൽ നിന്ന് 4 പേര് രക്തസാക്ഷികളാകുക. ആ 4 പേരെയുമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഒരു കുടുംബം പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. എത്രയോ വലിയൊരു ഭാഗ്യമാണ് ആ കുടുംബത്തിന് ദൈവം നൽകിയത്.
റോമൻ സഭയിലും ആഗോള കത്തോലിക്കാ സഭയിലും സവിശേഷമാം വിധം വണക്കപ്പെടുന്ന രക്തസാക്ഷികളാണ് വിശുദ്ധ വിറ്റാലിസും വിശുദ്ധ വലേറിയായും അവരുടെ മക്കളും. രക്തസാക്ഷികളായ ദമ്പതികൾ എന്നും രക്തസാക്ഷി കുടുംബം എന്നും ഇവർ അറിയപ്പെടുന്നു. മിലാൻ ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കാനനിൽ വിശുദ്ധ വിറ്റാലിസിന്റെ പേര് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഭയിൽ ഈ വിശുദ്ധ കുടുംബത്തെ ഓർക്കുകയും അവരുടെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. മിലാനിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ വിറ്റാലിസ് ക്രിസ്തുമത വിശ്വാസിയായാണ് വളർന്നു വന്നത്. റോമൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ പട്ടാളക്കാരനായാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ വിശ്വാസം സംരക്ഷിച്ചു പോരുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പോരാടുകയും ചെയ്തിരുന്നു. സത്യദൈവ വിശ്വാസത്തിന് കൂട്ടായി തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന വിശുദ്ധ വലേറിയ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാവൽക്കാരിയായി ഒപ്പം തലമുറകൾക്ക് പിന്തുടർച്ച നൽകിക്കൊണ്ട് തൻ്റെ ഇരട്ടക്കുട്ടികളായ ഗർവാസീസിനും പ്രോത്താസീസിനും ജന്മം നൽകി. മിലാനിലാണ് വിശുദ്ധ വിറ്റാലിസ് ജീവിച്ചിരുന്നത്. വിശുദ്ധ വിറ്റാലിസിൻ്റെയും ഗർവാസിൻ്റെയും പ്രോത്താസിൻ്റെയും ജീവിതം കഥ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ അംബ്രോസിൽ നിന്നാണ്. വിശുദ്ധ അംബ്രോസ് ആണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ അംബ്രോസ് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധനാണ്, വേദപാരംഗതൻ വിശുദ്ധൻ ആണ് നമുക്ക് ഈ രക്തസാക്ഷികളെക്കുറിച്ച് പറഞ്ഞു തരിക. വിശുദ്ധ വലേറിയൻ, വിശുദ്ധ വിറ്റാലിസ് എന്നിവർക്ക് വലിയ മതമർദ്ദനം നേരിടേണ്ടി വന്നു. വിശുദ്ധ വിറ്റാലിസ് സൈന്യാധിപനായിരുന്നു. പൗളീനിസ് ഗവർണറുടെ ഏറ്റവും ഇഷ്ടമുള്ള സൈന്യാധിപൻ. അതുകൊണ്ട് പൗളീനിസ് ഗവർണർ എവിടെ പോയെങ്കിലും വിറ്റാലിസിനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ, റവേണ്ണ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിൽ വിശുദ്ധ വിറ്റാലിസിനെയും കൂടെ ചേർത്തു. വിശുദ്ധ വിറ്റാലിസ് ശക്തനായ വിശ്വാസിയായിരുന്നു. ഇത് 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ, അതായത് AD 171 സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അദ്ദേഹം വിശുദ്ധ വിറ്റാലിസ് ശക്തനായ പ്രേക്ഷിതനായിരുന്നു, സൈന്യാധിപനായിരുന്നു, ഗവർണറെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയായിരുന്നു, നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു. ധീരതയോടുകൂടി തൻ്റെ ജീവിത സാക്ഷി നൽകുന്നതിൽ അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടില്ല. ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ക്രൂരമതമർദ്ദനം നടന്നിരുന്ന കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ വിറ്റാലിസ് റോമൻ പട്ടാളത്തിൽ ചേരുന്നത്. മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നവർക്കിടയിൽ വിശുദ്ധൻ വചനപ്രഘോഷണത്തിലൂടെ ആത്മീയ സൗഖ്യം നേടിക്കൊടുത്തു. ആത്മധൈര്യം വീണ്ടെടുക്കുവാനും ക്രിസ്തുവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും മർദ്ദിതർക്ക് വിശുദ്ധൻ വചനത്തിൻ്റെ വാളായി പ്രവർത്തിച്ചു. പീഡനമേൽക്കുന്ന ക്രൈസ്തവരെ തന്നാൽ കഴിയും വിധം സഹായിക്കുകയും ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നവരെ സന്ദർശിച്ച് അവർക്ക് സാന്ത്വനമേകുകയും രക്തസാക്ഷികളായി മരിച്ചു വീണവരെ സംസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശുദ്ധ വിറ്റാലിസിൻ്റെ ശുശ്രൂഷ ജീവിതം മുന്നോട്ടു പോയത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വിശുദ്ധ വലേറിയ തനിക്കൊരു സഹപ്രവർത്തകയായും ഇരട്ടപുത്രന്മാർ വിശുദ്ധനെ ആത്മീയ ചൈതന്യമായും തൻ്റെ വിശ്വാസ സബരിയിൽ അത്താണികളായി. തൻ്റെ യാത്രയിൽ, റവേണ്ണയ്ക്കുള്ള യാത്രയിൽ, റവേണ്ണയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉസീനസ് അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ പേരിൽ തടവിലാക്കിയെന്ന് വിശുദ്ധ വിറ്റാലിസ് മനസ്സിലാക്കുകയാണ്. എന്നാൽ പൗളീനസ് ക്രിസ്ത്യാനികൾക്ക് എന്നും ശത്രുവായിരുന്നു. ക്രിസ്ത്യാനികളുടെ പേര് ക്രിസ്ത്യാനി എന്ന് കേൾക്കുന്നതേ വിരോധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരോട് വലിയ ശത്രുതയുണ്ട്. അപ്പോൾ പൗളീനിസിൻ്റെ, ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ വിശുദ്ധ വിറ്റാലിസ് തടവിലേക്ക് വിശുദ്ധ ഉർസിനെ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. സന്ദർശിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, 1000ങ്ങൾക്ക് സൗഖ്യം നൽകുന്നതല്ലേ അങ്ങ്,
ഒരിക്കലും രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിൻവാങ്ങരുത്. യഥാർത്ഥത്തിലുള്ള സൗഖ്യം ഈ മരണത്തിലൂടെ നിനക്ക് കിട്ടും. നീ ധീരതയോടുകൂടി ആയിരിക്കുക. നിന്നെ കാത്തുവച്ചിരിക്കുന്നത് വലിയ സന്തോഷവും സൗഭാഗ്യവുമാണ്. അത് നീ നഷ്ടപ്പെടുത്തി കളയരുത്. യഥാർത്ഥ സുഖം നിനക്ക് ലഭിക്കുവാൻ പോകും. അങ്ങനെ ഈ രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആ സഹോദരനെ ധൈര്യപ്പെടുത്തുകയാണ് വിശുദ്ധ വിറ്റാലിസ്. അങ്ങനെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തിയതിനു ശേഷം തിരികെ ഗവർണറുടെ അടുത്തെത്തി. പക്ഷെ അപ്പോഴേക്കും വിശുദ്ധ വിറ്റാലിസ് തടവിലായ ക്രിസ്ത്യാനിയെ കാണാൻ പോയെന്നും ക്രിസ്ത്യാനിയെ ഉപദേശിച്ചു എന്നും അറിയൂ. വിറ്റാലിസിനോട് ചോദിച്ചു, ഗവർണർ ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ? എന്തിനാണ് നീ ക്രിസ്ത്യാനിയാകുന്നത്? നിനക്കറിഞ്ഞുകൂടെ നമ്മുടെ ദേവന്മാരാണ് വലുത്? നിൻ്റെ ഈ ഭ്രാന്ത് മാറ്റുക, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വിശുദ്ധ വിറ്റാലിസ് പറഞ്ഞു, ഭ്രാന്ത് എനിക്കല്ല, അങ്ങേക്കാണ്. മൺപ്രതിമകളെ ആരാധിക്കുന്ന നിങ്ങൾക്കാണ് ഭ്രാന്ത്. ഞാൻ ജീവനുള്ള സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഭ്രാന്ത് നിങ്ങൾക്കാണ്. ഈ വാക്കുകൾ പറഞ്ഞപ്പോഴേക്കും ഗവർണർ വിറ്റാലിസിനെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ മുട്ടുകാലുകൾ തല്ലി തകർത്തു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ ജയിലിലടച്ചു. പിറ്റേ ദിവസം പൗളിനസ് ഗവർണർ വിശുദ്ധ വിറ്റാലിസിന് അടുത്തെത്തി, നിനക്ക് എന്തെങ്കിലും മാനസാന്തരമുണ്ടോ? ഈ ദേവന്മാർക്ക് ബലിയർപ്പിക്കുക, നിനക്ക് തിരികെ വരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ ദർശിക്കുമ്പോൾ ജീവനില്ലാത്ത മൺപ്രതിമകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ധൂപം അർപ്പിക്കും? എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ലെന്ന് ധീരതയോടുകൂടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്മാറുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ സൈന്യാധിപനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കല്ലുകൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് വധിച്ചു എന്നാണ് വിശുദ്ധ അംബ്രോസിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണറായ പൗളിനൂസിന്റെ ചങ്ങാതിയായിരുന്ന വിശുദ്ധ വിറ്റാലിസ് അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മനോഭാവത്തിൽ മാനസാന്തരപ്പെടുത്താൻ അവസരം കാത്തുനിന്നു. ക്രിസ്തുവിരോധിയായ ഗവർണർ തന്റെ സുഹൃത്ത് വിറ്റാലിസ് ക്രിസ്തുമത വിശ്വാസിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഇരുവരും ചേർന്നുള്ള ഒരു യാത്രയിൽ വിശുദ്ധ വിറ്റാലിസ് ഒരു ക്രിസ്തുവിശ്വാസിയുടെ പീഡനകഥ കേൾക്കുകയും മരണത്തോട് മല്ലടിക്കുന്നതായും അറിയാനിടവന്നു. ആ ക്രിസ്ത്യാനിക്ക് വിശ്വാസത്തിൽ ഇടർച്ചയുണ്ടാകാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി പൗളിനോസിനോട് കാര്യം ബോധിപ്പിക്കാതെ യാത്ര പുറപ്പെട്ടു. വിറ്റാലിസ് തിരിച്ചു വരുമ്പോഴേക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗവർണർ അറിയുകയും വിറ്റാലിസിനെ വിചാരണയ്ക്ക് പാത്രമാക്കുകയും ചെയ്തു. പൗളിനൂസ് തൻ്റെ സുഹൃത്തിൻ്റെ ചങ്ങാത്തം വിട്ട് വിശുദ്ധനെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടു. വിറ്റാലിസ് ഒരിക്കലും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ പൗളിനൂസ് വിശുദ്ധൻ്റെ കൈക്കാലുകളുടെ മുട്ടുകൾ തകർത്തു കളയാനും ശരീരം മുഴുവൻ ഇരുമ്പുകൊളുത്തുകൾ ഉപയോഗിച്ച് കീറാനും ആജ്ഞാപിച്ചു. അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ വിറ്റാലിസിനെ ജീവനോടെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുകയും വിശുദ്ധൻ്റെ ശരീരത്തിന് മുകളിൽ ഒരു കൽക്കൂമ്പാരം പടയാളികൾ തീർക്കുകയുമാണുണ്ടായത്. വിറ്റാലിസിന് ശേഷമാണ് വിശുദ്ധ വലേറിയയും രക്തസാക്ഷിയാവുന്നത്. വിറ്റാലിസിന്റെ മരണത്തിന് 10 വർഷങ്ങൾ കഴിഞ്ഞാണ് ഗർവാസീസും പ്രോത്താസീസും രക്തസാക്ഷിത്വം വരിക്കുന്നത്. ലോഹദണ്ടുകൊണ്ടടിച്ചാണ് ഗർവാസീസ് കൊല്ലപ്പെടുന്നത്. എന്നാൽ പ്രോത്താസീസിനെ ശിരച്ഛേദം ചെയ്യുകയാണുണ്ടായത്. ജനനത്തിൽ എന്ന പോലെ മരണത്തിലും അവർ ഒന്നിച്ചു. വലിയ വണക്കമാണ് മിലാൻ ഭാഗത്ത് വിശുദ്ധ വിറ്റാലിസിനുള്ളത്. ഏപ്രിൽ 28-ാം തീയതിയാണ് വിശുദ്ധ വിറ്റാലിസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വലേറിയയും വണങ്ങുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം അധികം താമസിക്കുന്നതിന് മുമ്പ് ഭാര്യയും രക്തസാക്ഷിണിയായി തീർന്നു. കാരണം തൻ്റെ വിശ്വാസം ഗവർണർ മുമ്പിൽ ശക്തിയോടുകൂടെ പ്രഘോഷിച്ചു. ഞാൻ എന്നും മരിക്കും, ക്രിസ്ത്യാനിയായി മരിക്കും, ജീവിക്കും, ക്രിസ്ത്യാനിയായി ജീവിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് വലേറിയയെയും വധിക്കുകയാണുണ്ടത്. അങ്ങനെ രണ്ടുപേരും ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. അവരുടെ മക്കൾ വിശുദ്ധ ഗർവാസീസും പ്രോത്താസീസും 10 വർഷങ്ങൾക്ക് ശേഷം രക്തസാക്ഷികളായിത്തീരുന്ന
മനോഹരമായ ചിത്രം നമുക്ക് കാണാം. അതും മിലാനിൽ തന്നെ. അവരും വലിയ ശുശ്രൂഷ, സഭാസേവനം, സൈനിക സേവനത്തോടൊപ്പം തന്നെ ചെയ്തിരുന്നു. അവരുടെ ഒരു പ്രത്യേകത, വിശുദ്ധ അംബ്രോസാണ് ഈ വിശുദ്ധരെ ലോകത്തിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. മിലാനിലെ ആദ്യത്തെ രക്തസാക്ഷികളാണ് ഇവർ 4 പേരും. അപ്പോൾ മിലാൻ വളരെ ശക്തമായിട്ടുള്ള ആത്മീയ കേന്ദ്രമാണ്, ഇപ്പോഴും ക്രൈസ്തവ കേന്ദ്രമാണ്. അപ്പോൾ അതിൽ ആദ്യ കാലഘട്ടത്തിലെ സമയത്തെ രക്തസാക്ഷികളാണ് ഇവർ 4 പേരും. അപ്പോൾ ഇവരെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് 380കളിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അംബ്രോസാണ്. വിശുദ്ധ അംബ്രോസ് പ്രത്യേകമായൊരു ബസിലിക്ക പണിതു. ബസിലിക്ക പണിതിന് ശേഷം ആ ബസിലിക്കയിൽ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കണം എന്ന് വലിയ ആഗ്രഹം വിശുദ്ധനുണ്ടായിരുന്നു. ആരുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കും? അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ദർശനം ലഭിക്കുകയാണ്. വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും തിരുശേഷിപ്പുകൾ സ്ഥാപിക്കണമെന്ന്. ഈ തിരുശേഷിപ്പുകൾ ദർശനമനുസരിച്ച് അവരെ സംസ്കരിച്ചിരുന്ന സ്ഥലം കണ്ടെത്തുവാനും വിശുദ്ധ അംബ്രോസിന് സാധിച്ചു. അവിടെ നിന്ന് തിരുശേഷിപ്പുകൾ ഇവരുടെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവരുടെ തിരുശേഷിപ്പുകൾ, ഭൗതിക അവശിഷ്ടം ഈ കത്തീഡ്രലിലേക്ക് കൊണ്ടുവന്നത് വലിയ ആഘോഷമായിട്ടായിരുന്നു. അവർ ആ തിരുശേഷിപ്പുകൾ ഇവരുടെ കൊണ്ടുവരുമ്പോൾ തന്നെ വരുന്ന വഴിക്ക് തന്നെ അന്ധർക്ക് കാഴ്ച ലഭിക്കുകയാണ്, വലിയ രോഗശാന്തി സംഭവിക്കുകയാണ്. ദേവാലയത്തിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾക്ക് അത്ഭുതം ലഭിച്ചു. വളരെയധികം പ്രശസ്തി വളരെ പെട്ടെന്ന് തന്നെ ക്രൈസ്തവ ലോകത്തിലേക്ക് എത്തുകയാണ്. ഇവരുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ അംബ്രോസിനോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, വിശുദ്ധ അംബ്രോസിൻ്റെ സാന്നിധ്യത്താൽ മാനസാന്തരം സ്വന്തമാക്കി സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്തീനോസ്. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് ഈ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കുമ്പോൾ ക്രിസ്ത്യാനി ആയിരുന്നില്ല, പക്ഷേ ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ പ്രോത്താസിസിൻ്റെയും ഗർവാസിസിൻ്റെയും ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുക. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായ ഈ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്ന് യേശുവിൻ്റെ ധീര പടയാളികളായി മാറി. സഭയാകുന്ന വലിയ കുടുംബത്തിൽ എല്ലാ രക്തസാക്ഷികളും വിശ്വാസികൾക്ക് മാതൃകയും മധ്യസ്ഥരുമാണ്. വിശുദ്ധ വിറ്റാലിസ്, വിശുദ്ധ വലേറിയ, വിശുദ്ധ ഗർവാസിസ്, വിശുദ്ധ പ്രോത്താസിസ് എന്നിവരുടെ വിശുദ്ധിയിൽ ദൈവപ്രസാദകരമായ ജീവിതം നയിക്കാൻ ആത്മീയ പ്രകാശം എല്ലാ വിശ്വാസികളിലും നിറയട്ടെ. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട്, ക്രിസ്തുവിനോട് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചപ്പോൾ രക്തസാക്ഷികളായിത്തീരുക, മതമർദ്ദനത്തിന് ഇരയായിത്തീരുകയാണ്. വിശുദ്ധ ഗർവാസിസിനെ ഗദ കൊണ്ട് അടിച്ചാണ് കൊന്നത്. പ്രോത്താസിസ് കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇവരുടെ രക്തസാക്ഷിത്വം ഒരുപക്ഷെ അപ്പോൾ അവരുടെ ജീവൻ പോയി. പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും വിശുദ്ധ ഗർവാസിസിനും പ്രോത്താസിസിനും ഏറ്റവും കുറഞ്ഞത് 2 പള്ളികളെങ്കിലും ഉണ്ട്. ഇറ്റലിയിൽ 170കളിൽ കൊല്ലപ്പെട്ട 2 രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ എത്രമാത്രം വണങ്ങപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ പോലും 2 പള്ളികൾ, കൂടുതൽ പള്ളികൾ ഉണ്ടാകാം, എന്നാലും ഏറ്റവും കുറഞ്ഞത് 2 പള്ളികൾ ഈ വിശുദ്ധരുടെ പേരിലുണ്ട് എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളുടെ ചുടുനിണം സഭയ്ക്ക് എന്ത് കരുത്ത് നൽകുന്നുവെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ എത്രയോ മനോഹരമാണ് ഈ വിശുദ്ധരുടെ ജീവിതം. ഒരു വീട്ടിൽ നിന്ന് തന്നെ 4 പേര് രക്തസാക്ഷികളാകുക, ധീരതയോടുകൂടി മരിക്കുക. ആ വലിയ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് വലിയ ചൈതന്യമായിരുന്നു, സ്നേഹമായിരുന്നു. ധീരതയോടുകൂടി വിശ്വാസികൾക്ക് ഓരോ സഹോദരനും കൊല്ലപ്പെടുമ്പോൾ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ സാധിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും? പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ? പൗലോസ് അപ്പോസ്തലൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹം അക്ഷരാർത്ഥത്തിൽ എഴുതി വെച്ചത് പ്രാവർത്തികമാക്കിയവരാണ് വിശുദ്ധ വിറ്റാലിസും വലേറിയായും ഗർവാസിസും പ്രോത്താസിസും. അവരുടെ മാതൃക വളരെ വലുതാണ്, അവർക്ക് ശക്തി നൽകുന്നതാണ്.
ഈ 4 രക്തസാക്ഷികളെയും പ്രത്യേകമായിട്ട് നമുക്ക് അനുസ്മരിക്കാം, നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ വളരെയധികം വണങ്ങപ്പെടുകയാണ്. ഇവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ മാധ്യസ്ഥ്യം വഴി, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും മാധ്യസ്ഥ്യം വഴി വലിയ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് അവരോട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകണം. പ്രത്യേകമായിട്ട് ഓർക്കുക, ഈ ലോകമെങ്ങും ധാരാളം ആളുകൾ ഇപ്പോഴും രക്തസാക്ഷികളാകുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകമെങ്ങും പീഡ സഹിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് രക്തസാക്ഷികളുടെ മാതൃക, അവരുടെ ചൈതന്യം, അത് നമുക്ക് സ്വന്തമാക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വം ഉണ്ടാകുകയില്ല. ഓരോ ചുവടുവയ്പ്പിലും നമുക്കും ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്തണം. വിശുദ്ധ ഗർവാസിസിനോടും പ്രോത്താസിസിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. 4 വിശുദ്ധരും 4 രക്തസാക്ഷികളും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കരുത്താകട്ടെ. പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അവർ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ മാതൃക പിൻചൊല്ലാം. ഇവരുടെ പേരുകൾ ഓർത്തിരിക്കുകയും പഠിക്കുകയും നമുക്ക് അവരുടെ വിശ്വാസ ജീവിതവും ധീരോദാത്തമായ ജീവിതശൈലിയും നമുക്ക് സ്വന്തമാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മാധ്യസ്ഥ്യം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.